ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ മരണം 9. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി. ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞു എങ്കിലും ശക്തമായ മഴ തുടരുകയാണ്. ആന്ധ്രയുടെ തെക്കൻ തീരങ്ങളിലും മിന്നൽ പ്രളയ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെക്കോർഡ് മഴയാണ് പുതുച്ചേരിയിൽ പെയ്തത്. 24 മണിക്കൂറിനിടെ 48.37 സെന്റിമീറ്റർ മഴ പെയ്തു. 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. വിഴുപുരം, കല്ലാക്കുറിച്ചി, കടല്ലൂർ ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റു 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയ്ക്ക് പുറമെ ചെന്നൈ ഗാരിസൺ ബറ്റാലിയനിലെ സൈന്യവും രംഗത്തുണ്ട്. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനിടെ ചെന്നൈ വിമാനത്താവളത്തിൽ ഇറക്കാൻ ശ്രമിച്ച വിമാനം വൻ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഇൻഡിഗോ എയർലൈൻസിന്റെ A320 നിയോ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് ശ്രമിച്ചത്. ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ വിമാനം ഇടത്തോ ഭാഗത്തേക്ക് ചെരിഞ്ഞു. ഇതേ തുടർന്ന് വിമാനം വീണ്ടും പറന്നു ഉയർന്നു. പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വൻ ദുരന്തമാണ് ഒഴിവായത്. ഫിഞ്ചാൽ എഫക്ട് കേരളത്തിലും സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ കേരളത്തിൽ നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ആണ് നാളെ റെഡ് അലർട്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കനത്ത മഴയുടെ സാഹചര്യത്തിൽ നാളെ പത്തനംതിട്ട, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്ത്, മീനച്ചലിലും കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലും അവധി നൽകിയിരിക്കുകയാണ്.